ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വാക്വം ക്ലീനറിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. കാരണം നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ അതിൽ ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏത് വാക്വം ക്ലീനറാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ഇതിൽ നല്ല ഡസ്റ്റ് ഉള്ള ഒരു നമ്മുടെ ഫ്ലവർ വേസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഡസ്റ്റ് താഴത്തെ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഇതാ ഓണാക്കിയിട്ട് ഇതാ ഇതുപോലെ പൊടി പിടിച്ചെടുക്കുന്നുണ്ട്. പോലെ ഡസ്റ്റ് പിടിച്ചെടുക്കും കേട്ടോ. ഇതിൽ ഒരുപാട് ടൈപ്പുള്ള ബ്രഷുകളുണ്ട്. ഇത് ജസ്റ്റ് ഞാനിങ്ങനെ തട്ടി മാറ്റമല്ല കേട്ടോ, നമ്മളിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഡസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും. നമ്മൾ ഒരു സൈഡിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പിടിച്ചെടുക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നത് കേട്ടോ. നല്ലപോലെ ഡസ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നോക്കിയത്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്നൊന്ന് ഫുൾ ക്ലീൻ ചെയ്തതാണ്. ആ സമയത്താണ് ഞാൻ വാക്യൂം ക്ലീനർ സാധാരണ ഹസ്ബൻഡാണ് കേട്ടോ എടുക്കുക. ഞാൻ അധികം ഇത് യൂസ് ചെയ്യാൻ എടുക്കാറില്ല. അപ്പോൾ ഇന്ന് ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ട് വന്നതാണ്. കുറച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഞാൻ അങ്ങനെ ചെയ്തു കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചത്. കാരണം ഇങ്ങനെ ഒരുപാട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള വീഡിയോസിൽ പലരുടെയും വീഡിയോസിൻ്റെ താഴെ ഞാനിങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട് കണ്ടോ. ഇതിലൊക്കെ നന്നായിട്ടുണ്ട്. അത് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് നിങ്ങൾ നോക്കണം കേട്ടോ. നല്ലൊരു റെഡ് കളറായിട്ട് വരും. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പൊടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, ഇനി കുറച്ചുകൂടി ഉണ്ട്, നമുക്കൊന്നുകൂടെ ഒന്ന് പിടിച്ച് നോക്കാം. ഇത് ഇപ്പം ഞാൻ ഓണാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ലൈറ്റ് ഓഫ് ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എന്താ ഇതുപോലെ നമുക്കിങ്ങനെ പിടിച്ചെടുക്കാം. സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ ആ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ വാക്യൂം ക്ലീനർ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കണ്ടോ. ബാക്കി എല്ലാത്തിൻ്റെയും കളർ കണ്ടോ, ആ ഡസ്റ്റ് ഉള്ളതിൻ്റെ കളർ കണ്ടോ, ലൈറ്റായിട്ടിരിക്കുന്നത്. അത് നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കമൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്, വാക്യൂം ക്ലീനറിൻ്റെ റിവ്യൂ ചെയ്യുമോ, ഏത് വാക്യൂം ക്ലീനറാണ് യൂസ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കണ്ടോ നന്നായിട്ട് ഡസ്റ്റ് ഉണ്ട് ഇതിലൊക്കെ. ബാക്കി നമ്മൾ പൊടി അടിച്ചതൊക്കെ കണ്ടോ, നല്ലൊരു റെഡ് കളറായിരിക്കണത്. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ മതി കേട്ടോ, അതിങ്ങനെ പിടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്കിങ്ങനെ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് തട്ടുന്ന പോലെയാണ് തോന്നുന്നത്, പക്ഷെ അതിങ്ങനെ ഇതെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പോലെ ഇങ്ങനെ പിടിച്ചെടുക്കും. കംപ്ലീറ്റ് ആയിട്ട് നമുക്കിങ്ങനെ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു ബ്രഷാണ്, ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ എനിക്കിത് മനസ്സിലായത് കമൻറ്റ് ബോക്സിലൊക്കെ കാണുമ്പോൾ ഞാനിത് ഒരുപാട് റിവ്യൂസൊക്കെ നോക്കി ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് വാങ്ങിച്ച ഒരു വാക്യൂം ക്ലീനറാണ്. അപ്പോൾ നിങ്ങളിത് ചോദിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നല്ലൊരു വാക്യൂം ക്ലീനർ വേണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാനിത് ഒരുപാട് ചിലരൊക്കെ പറഞ്ഞു ഇത് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പം കേടായി പോവും, കംപ്ലൈൻ്റ് ആയി പോവും, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, വെറുതെ ആയിപ്പോയി, അങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യാതെ അങ്ങനെ കളയേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വാങ്ങിക്കാനൊരു പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അത്യാവശ്യം റേറ്റ് ഉള്ളതാണല്ലോ. കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വന്നു. കാരണം നമ്മൾ അത്രയും യൂസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങുന്നത്. അപ്പോൾ നമുക്കത് പ്രയോജനമില്ലാതെ വന്നാൽ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് ഞാൻ ഒരുപാട് നോക്കിയിട്ട് വാങ്ങിച്ച റിവ്യൂസൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചൊരു വാക്യൂം ക്ലീനറാണ് കേട്ടോ. 2 വർഷത്തിൽ പുറത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ഡസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്യൂം ക്ലീനറാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് ബാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലെ എടുക്കാം. ഈ ഒരു വാക്യൂം ക്ലീനർ നല്ല ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്കതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ബ്രഷ് ഞാൻ മാറ്റിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെയാണ് അതിൻ്റെ ഒരു കണക്ഷൻ. അപ്പോൾ ഈ ബ്രഷസ് നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ ഊരി മാറ്റാം. അപ്പോൾ അത് മാറ്റിയിട്ട് ഇത് നമുക്ക് ഈ മാറ്റിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ അതിൻ്റെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഒരെണ്ണം കൂടി ഇതിൽ കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതാണ് നമുക്ക് ഇതുപോലെ ഈ വലിയ മാറ്റൊക്കെ കണ്ടോ, ഈ മാറ്റിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടോ എത്രത്തോളം വേണമെങ്കിലും അതിൻ്റെ വയറ് നമുക്ക് ഇങ്ങനെ എടുക്കാം. അത്യാവശ്യം നമുക്കിപ്പോൾ പ്ലഗ് പോയിൻറ്റ് ദൂരെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. കണ്ടോ,
നല്ല പോലെ പോകും കേട്ടോ ഈ മാറ്റിലൊക്കെ നന്നായിട്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതാ തറയിലൊക്കെ ആണെങ്കിലും ഈ സെയിം ബ്രഷ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. തറയിലൊക്കെ പൊടിയൊക്കെ ഉണ്ടോ, പൊടി കിടക്കുന്നുണ്ടോ കണ്ടോ, നമ്മളതങ്ങനെ ആക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതങ്ങ് സക്ക് ചെയ്തെടുക്കും. അത്യാവശ്യം പേപ്പറുകളും ഒക്കെ പോവും കണ്ടോ. നമുക്ക് ജസ്റ്റ് ചൂല് വേണമെന്നില്ല, ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൂത്തെടുക്കാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് ഡസ്റ്റ് റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ബ്രഷ് വേണമെങ്കിൽ നമുക്ക് ഇതിലുമൊക്കെ യൂസ് ചെയ്യാം കണ്ടോ. ചെറിയ ചെറിയ പൊടികൾ, ഇപ്പോൾ ഇവിടെ കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ എപ്പോഴും ഡസ്റ്റും അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ബോൾസ് ടൈപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് എത്ര തട്ടിയെടുത്താലും പോവാത്ത രീതിയിൽ നമ്മുടെ ഈ ഒരു സോഫയിലൊക്കെ അങ്ങനെ പൊടി ഉണ്ടാവും. അവരിങ്ങനെ ഓരോന്നും കട്ട് ചെയ്തിടലും അങ്ങനെ അതിൻ്റെ ചെറിയ ചെറിയ പൊടികളൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ന്യൂസ് പേപ്പർ ചെറിയ പൊടിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടോ. പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു കണക്ടർ. ഇനി ഇതുപോലെ ഒരുപാട് ബ്രഷസ് ഉണ്ട് കേട്ടോ. ഇത് വേറെ നമ്മൾ ആദ്യം എടുത്തൊരു ബ്രഷാണ്. ഇനി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സോഫയിലൊക്കെ നമ്മുടെ സെറ്റിയിലൊക്കെ അതായത് കണ്ടോ ചെറിയ ചെറിയ ഇടുക്കുകളിലേക്ക് കയറ്റിയിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ചെറുതാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം, ഈ ചെറുത് യൂസ് ചെയ്യാം. കുറച്ചുകൂടി നീളത്തിലുള്ളിടത്തൊക്കെ കയറ്റാനാണെങ്കിൽ ആ ഒരു വലുത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ വയറിങ്ങനെ കുറച്ച് വലുതാക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് തിരിച്ചതിനുള്ളിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ ഇതിലൊരു ബട്ടൺ ഉണ്ട് കേട്ടോ. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കയറിപ്പോവും കണ്ടോ. ഇതുപോലെ പോവും. അപ്പോൾ ഞാൻ ആ ബ്രഷസൊക്കെ എടുത്തതിൻ്റെ കുറച്ച് പൊടി താഴെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ ഉള്ളിലേക്ക് പൊയ്ക്കോളും. നമ്മൾ ആ ഒരു ബട്ടൺ മോനാണ് കേട്ടോ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിരുന്ന അത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പൊയ്ക്കോളും കണ്ടോ. അങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാനും എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിത് കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വാക്യൂം ക്ലീനറൊക്കെ നോക്കുക. കാരണം കുട്ടികളൊക്കെ ഉള്ളവർക്ക് എപ്പോഴും ഒരു വാക്യൂം ക്ലീനർ ആവശ്യമാണ് കേട്ടോ. ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് പോകാമല്ലോ. ഞാൻ പറഞ്ഞ പോലെ ആ വയർ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും. ഇതിപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് 8435 രൂപയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 7490 രൂപയാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചപ്പോൾ 6000 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കിട്ടിയ പ്രൈസ്. അതായത് ഒരു ഓഫർ പ്രൈസിലാണ് എനിക്ക് കിട്ടിയത്. 6000 സംതിങ്ങിനാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഓഫറൊക്കെ വരുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചാലും മതി. നമ്മുടെ ബിഗ് സെയിൽ പോലുള്ള ഓഫേഴ്സൊക്കെ വരുമ്പോൾ വാങ്ങിച്ചാലും മതി കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ റേറ്റ് കുറച്ച് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് നോക്കുക. വാങ്ങിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ട്രൈ ചെയ്തിട്ട്. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ തുടർന്നും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ആമസോണിലുള്ള നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാനുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്തപ്പോഴുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ആ ഒരു റിവ്യൂ മാത്രമാണ് ഷെയർ ചെയ്തത്.